എന്താണ് കീടനാശിനി അവശിഷ്ട വിഷാംശങ്ങൾ? കർഷകർ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറിയുടെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അംബ്ലി പോളുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ അംബ്ലി, പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം സാർ. ഡോക്ടർ അംബ്ലി, ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെങ്കിൽ കീടനാശിനി അവശിഷ്ട വിഷാംശം, ഇതിപ്പോൾ മിക്കവും ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പേടിയുമാണിത്. എന്നാലും ഒന്ന് വിശദീകരിക്കാമോ ഇതിനെക്കുറിച്ച്? അതെ സാർ, സാർ പറഞ്ഞതുപോലെ കീടനാശിനി അവശിഷ്ട വിഷാംശം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരിൽ ഒരു പരിഭ്രാന്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രാധാന്യമാണ്. ശരിക്കും കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം എന്തെന്ന് പറഞ്ഞാൽ, കർഷകർ തങ്ങളുടെ വിളയിൽ നേരിടുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും അല്ലെങ്കിൽ കളകൾക്ക് വരെ എതിരായിട്ട് അവർ രാസ കീടനാശിനികൾ പ്രയോഗിക്കാറുണ്ട്. പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത കാലയളവിന് ശേഷം ആ ക്രോപ്പിൽ അല്ലെങ്കിൽ ആ വിളവിൽ എന്താണോ നമ്മൾ വിളവെടുക്കുന്നത്, അതായത് ഭക്ഷിക്കുന്നത്, ആ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന കീടനാശിനിയുടെ സാന്നിധ്യത്തെയാണ് നമ്മൾ കീടനാശിനി അവശിഷ്ട വിഷാംശം എന്ന് പറയുന്നത്. അത് നമ്മൾ വിചാരിക്കും പോലെ വലിയൊരു ക്വാണ്ടിറ്റി ഒന്നും ആവാറില്ല. പൊതുവെ PPM ലെവലിലാണ് അത് കാണാറ്. അതായത് പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ 1നെ 10 ലക്ഷമായി മുറിച്ചാൽ അതിലൊരു ഭാഗമാണ് PPM. അപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിലെല്ലാം നാം കാണുന്നത് ഒരു മാക്സിമം ഒരു 1 ppm 2 ppm വരെയൊക്കെ കാണാറുള്ളൂ. എന്നാലും അതൊരു രാസ കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം ആയതുകൊണ്ട് നമ്മൾ വളരെ വിഷം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിന്റെ പരീക്ഷണം അല്ലെങ്കിൽ ടെസ്റ്റിംഗിന്റെ പ്രാധാന്യം എത്രയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് സാർ. അത് കീടനാശിനി എന്ന് പറഞ്ഞ ഒരു രാസ കീടനാശിനിയാണ്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ പറയാറുണ്ട് കീടനാശിനി എന്ന് പറഞ്ഞ ഒരു ജീവനാശിനിയും കൂടെയാണ്. കാരണം അത് പ്രത്യേകിച്ച് അവശിഷ്ട വിഷാംശത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും കൺസ്യൂമറിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ അവശിഷ്ട വിഷാംശം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് നാം ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ സേഫ് ടു ഈറ്റ് ആയിരിക്കണമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ട്രേസ് എമൗണ്ട് പോലും നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ സജ്ജീകരണത്തെക്കുറിച്ചൊന്ന് പറയാമോ? കേരള കാർഷിക സർവകലാശാലയ്ക്ക് പ്രധാനമായിട്ട് 4 ലബോറട്ടറിയാണുള്ളത്. അതിൽ ഏറ്റവും പുരാതനമായത്, അത് ഏറ്റവും ആദ്യം തുടങ്ങിയതും അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ലബോറട്ടറി വെള്ളായണി കാർഷിക കോളേജിലെ ലബോറട്ടറിയാണ്. ഇതിന് പുറമെ വെള്ളാനിക്കര കാർഷിക കോളേജിലും ഒരു ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ കുമരകം, അത് RIRS കുമരകത്തുണ്ട്. പിന്നെ പടന്നക്കാട്. ഇങ്ങനെ 4 കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും കേരള കാർഷിക സർവകലാശാലയ്ക്ക് ഉള്ളത്. അതിൽ ഏറ്റവും ടെസ്റ്റിങ്ങും ഒക്കെ കൂടുതലായി ഇപ്പം നടന്നു വരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ലബോറട്ടറിയിലാണ്. ബാക്കി ലബോറട്ടറീസും എല്ലാം തന്നെ ഈ അംഗീകാരം കിട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അത് വിത്തിൻ ഇയേഴ്സ് അവരും എല്ലാം NABL അക്രഡിറ്റഡ് ആവും. അതിനുള്ള പ്രയത്നങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ വെള്ളായണി കോളേജിലുള്ള ഈ ലബോറട്ടറിയുടെ ഇൻചാർജ് മേഡമാണല്ലോ, മേധാവിയാണല്ലോ. അപ്പം അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. പ്രധാനമായിട്ടും വെള്ളായണി കാർഷിക കോളേജിലെ ലബോറട്ടറിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, NABL അക്രഡിറ്റഡ് ആണ്. ഇത് ഞങ്ങൾക്ക് 2012 മുതൽ ഈ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വെള്ളം, ഇറച്ചി, മീന്, പാൽ, ഇത്രയും എണ്ണത്തിൽ കീടനാശിനി ടെസ്റ്റ് ചെയ്യാനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അംഗീകാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സാമ്പിൾ ഞങ്ങൾക്ക് കിട്ടിയാൽ അത് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അന്താരാഷ്ട്ര അംഗീകാരമുണ്ട്. അതായത് മറ്റേത് രാജ്യങ്ങളിൽ ആ ഒരു റിസൾട്ട് സബ്മിറ്റ് ചെയ്താലും അത് അംഗീകരിക്കപ്പെടും. കാരണം ഞങ്ങളുടെ ലാബ് ISO 17025/2017 പ്രകാരം അക്രഡിറ്റഡ് ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ധാരാളം പ്രോജക്റ്റുകൾ ഞങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഓൺ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ആൻഡ് കണ്ടാമിനൻസ് എന്നുള്ളൊരു പ്രോജക്റ്റ് ഏറ്റവും പ്രധാനം. പിന്നെ അതിനോടനുബന്ധിച്ച് നിരവധി പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് ICAR തരുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സേഫ് ടു ഈറ്റ് എന്നൊരു പദ്ധതിയാണ്. അത് 2013 മുതൽ അനുവദിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എല്ലാ മാസവും നമ്മുടെ പഴം, പച്ചക്കറികൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. കുറച്ച് മുമ്പ് ഞങ്ങൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ചെയ്യുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിക് ഡൊമൈനിൽ
ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനം കേരളമാണ്. വേറെ ഒരു സംസ്ഥാനത്തും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റിൽ ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പം ഏതൊരു വ്യക്തിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുവിൽ ഏത് കീടനാശിനി അടങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിലും നമ്മൾ www.kerala.gov.in അത് തുറന്നു നോക്കി, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട്, അങ്ങനെ ഇതുവരെയായിട്ട് 68 റിപ്പോർട്ട് അതിൽ പബ്ലിഷ്ഡാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടുകൾക്ക് വളരെയധികം റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്, അന്വേഷണങ്ങൾ ഞങ്ങളടുത്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കത് മനസ്സിലാകുന്നത് വളരെയധികം പൊതുജനങ്ങൾക്കും കർഷകർക്കും ഇത് ഒരുപോലെ പ്രയോജനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സാമ്പിളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇപ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളാണല്ലോ ഏറ്റവും അധികം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ മാത്രം സാമ്പിൾസ് ആണോ നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും 2023 വരെ ഈ സേഫ് ടു ഈറ്റ് പദ്ധതിയിൽ ഞങ്ങൾ ചെയ്തിരുന്നത് നമ്മൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളും കളക്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ കീടനാശിനി അവശിഷ്ട വിഷാംശം ടെസ്റ്റ് ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ തന്നെ സ്റ്റാഫ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ പോയി ചെയ്യുമായിരുന്നു. 2023 ഒക്ടോബർ മുതൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഓരോ മാസം ഓരോ ജില്ലയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസുകളിലും കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ വെബ്സൈറ്റിൽ പബ്ലിഷും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കാണാം. പിന്നെ സാർ, ഓരോ മാസത്തെ റിപ്പോർട്ട്, ഈ മാസത്തെ റിപ്പോർട്ട് അടുത്ത മാസം 1-ാം തീയതി ഞങ്ങളുടെ ലാബിൻ്റെ വെബ്സൈറ്റിൽ വരും, PRRAL.KAU.in, അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ മാസത്തെ റിസൾട്ടും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് സാർ. അപ്പോൾ മാഡം ഇത്രയും വർഷം കൊണ്ട് മാഡം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം പൊതുവേ നമ്മൾ നോക്കുമ്പം ഏതൊക്കെ ഭക്ഷ്യ ഇതിലാണ് ഏറ്റവും അധികം ഈ വിഷാംശം കണ്ടുവരുന്നത്? ഒരു നല്ലൊരു ചോദ്യമാണ് സാർ അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ വിഭാഗിച്ചാൽ ഏറ്റവും കൂടുതൽ കീടനാശിനി കണ്ടെത്തുന്ന സുഗന്ധവ്യഞ്ജനങ്ങളില്ല. അപ്പോൾ പലപ്പോഴും പൊതുജനങ്ങൾക്കായാലും കർഷകർക്കായാലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പച്ചക്കറികൾ മൊത്തം കീടനാശിനിയാണ്. പക്ഷേ അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അവശിഷ്ട വിഷാംശം കിട്ടുന്നത് സ്പൈസസിലാണ്, അതായത് സുഗന്ധവ്യഞ്ജനങ്ങളിലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഏലക്ക, പിന്നെ ജീരകം, റെഡ് ചില്ലി, അതായത് ചുവന്ന മുളക്, ഇതിലൊക്കെയാണ് ഏറ്റവും, അതായത് വറ്റൽ മുളക്, ഇതിലൊക്കെയാണ് നമുക്ക് എപ്പോഴും കീടനാശിനി സാന്നിധ്യം സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് നോക്കിയാൽ തന്നെ ഒരു 70% എബോവ് പോവും, അതായത് കീടനാശിനിയുടെ സാന്നിധ്യമുള്ള സ്പൈസസ് നോക്കിയാൽ. എന്നാൽ നമ്മൾ പച്ചക്കറികളിലേക്ക് വരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുവദീന പരിധി ഉണ്ടല്ലോ, MRL, അതിന് മേളിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 5% താഴെയുള്ളൂ. നമ്മളങ്ങനെ ഒന്ന് ഭയപ്പെടേണ്ട കാര്യം പച്ചക്കറികളിലില്ല. എന്നാൽ പച്ചക്കറികളിൽ തന്നെ ഏറ്റവും കൂടുതൽ കീടനാശിനി സാന്നിധ്യം കാണുന്ന കുറച്ച് പച്ചക്കറികളുണ്ട്. ഞാനത് എടുത്തു പറയുന്നത്, അങ്ങനെയുള്ള പച്ചക്കറികൾ കഴിയുന്നതും വീട്ടിൽ നമ്മൾ നടാൻ നോക്കുക. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മുളക് വർഗ്ഗങ്ങൾ, എല്ലാതരം മുളക് വർഗ്ഗങ്ങൾ, അതായത് നമ്മൾ പലതും പറയുമല്ലോ, ഈർക്കിൽ മുളക്, സാമ്പാർ മുളക്, ക്യാപ്സിക്കം, മുളക് വർഗ്ഗത്തിൽപ്പെടുന്ന ക്യാപ്സിക്കത്തിലെ കീടനാശിനി സാന്നിധ്യം വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ലോക്കലി ക്യാപ്സിക്കം റേസ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മുളക് വർഗ്ഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യം തീർച്ചയായിട്ടും ചെയ്യാം. കാരണം നമുക്ക് അത് നടുന്ന കർഷകർക്ക് തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ കീടങ്ങളുടെ ആക്രമണം വരുന്ന ഒരു വിളവാണ്. അതായത് മണ്ടരിയുടെ ബാധ, സക്കീന, മുഞ്ഞ, അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് കർഷകർ വളരെയധികം കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നുണ്ട് മുളകിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുളക് ചെയ്യുമ്പോൾ കീടനാശിനി സാന്നിധ്യം കൂടുതലായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് ഇലവർഗ്ഗ പച്ചക്കറികൾ, പ്രധാനമായിട്ടും അമരാന്തസ്, അതായത് ചീര, ഇറച്ചിയിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില, അതായത് പുതിനയില, ഇങ്ങനെയുള്ള ഇലവർഗ്ഗ പച്ചക്കറികൾ. പിന്നെ പ്രധാനമാണ് കറിവേപ്പില, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില. ഇതുപോലെ ഇലവർഗ്ഗ പച്ചക്കറികളിലെല്ലാം കീടനാശിനി സാന്നിധ്യം വളരെ കൂടുതലായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടനാശിനി ഡെസിപ്പേറ്റ് ചെയ്ത് പോകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് അതിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കഴിയുന്നതും, ഇപ്പോൾ പുതിനയിലയൊന്നും വീട്ടിൽ നടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ മല്ലിയില ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മല്ലി കിളിച്ച് വരാൻ. പക്ഷെ മറ്റതെല്ലാം നമുക്ക്, ചീര, മഴയില്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ചീരകൃഷി വീട്ടിൽ തന്നെ നടത്താം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പച്ചക്കറികൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു സ്ലോഗനാണ് നമ്മുടെ പച്ചക്കറികളെല്ലാം കീടനാശിനി ആണ്. പക്ഷെ അത് അത്ര സത്യമല്ല. പക്ഷെ ചില പച്ചക്കറികൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരം കീടനാശിനി കിട്ടുന്നതും ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഇത് ഇടയ്ക്ക് ഞങ്ങൾക്ക് പയറിൽ നിന്ന് കിട്ടാറുണ്ട്, ഇടയ്ക്ക് വെണ്ടയ്ക്കയിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ അതൊരു സ്ഥിരം കിട്ടുന്ന
കിട്ടുന്നതെന്ന് പറയാനില്ല, എന്നാലും കീടനാശിനി സാന്നിധ്യം കണ്ടെത്താറുണ്ട്. അപ്പോൾ കഴിയുന്നതും എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ കഴിയുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള അനാവശ്യ പരിഭ്രാന്തികളെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. സാധിക്കും. അപ്പോൾ ഈ കർഷകർ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്? അതെ സാർ, വരാറുണ്ട്. അതായത് കർഷകരും വരാറുണ്ട്, അല്ലാതെ പൊതുജനങ്ങളും വരാറുണ്ട്. പക്ഷെ കർഷകർക്ക് സാർ ഞങ്ങളൊരു സ്കീം ഇപ്പോൾ ഉണ്ടായിരുന്ന സേഫ് ടു ഈറ്റ് പദ്ധതി. ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് സൗജന്യമായിട്ട് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് അല്ലാതെ നമുക്ക് ഗവൺമെൻറ് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതായത് കേരള കാർഷിക സർവകലാശാല തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിന് 8,000 രൂപ പ്ലസ് GST 18% GST, ഏകദേശം 9,440 വരും. അത്രയും എമൗണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിൽ ഞങ്ങൾക്ക് 104-105 കീടനാശിനികൾ വരെ ടെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഞങ്ങളുടെ ലാബിന്. അപ്പം ഒരു സാമ്പിൾ തന്നാൽ 104 കീടനാശിനികൾ ഉണ്ടോ എന്ന് ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. പക്ഷേ കർഷകർക്കുള്ള സൗജന്യം എന്ന് പറയുന്നത് അവരുടെ സാമ്പിളിന് ഒരു കാശ് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. എന്നാൽ ഞങ്ങൾക്ക് അതിന് കണ്ടീഷനുണ്ട്. കൃഷി ഓഫീസറുടെ ശുപാർശ കത്ത് കൂടെ അതിൻ്റെ കൂടെ വേണം. കർഷകരാണോ എന്നൊരു ഐഡന്റിഫിക്കേഷന് വേണ്ടി മാത്രം ഒരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരോ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൂടെ അതിൻ്റെ കൂടെ തരണമെന്ന് മാത്രമേ ഉള്ളൂ. കർഷകർ വരാറുണ്ടോ? തീർച്ചയായിട്ടും സാർ. വന്നിട്ട് കർഷകർക്ക് അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ അത് വളരെ വളരെ നല്ലത്. അതുകൊണ്ട് ഞങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് സാർ സേഫ് ടു ഈറ്റ് എന്നൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കീടനാശിനി കർഷകർക്ക് പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ ഭക്ഷിക്കുന്ന സാധനം സേഫ് ടു ഈറ്റ് ആണോ, അത് കീടനാശിനി വിമുക്തമാണോ എന്നുള്ളതാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പ്രാധാന്യം നമുക്ക് നൽകാവുന്നത്. കാരണം നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ജൈവമായിട്ടൊരു കർഷകൻ കൃഷി നടത്തിയാൽ ചിലപ്പോൾ അവർക്ക് കീടങ്ങളും രോഗങ്ങളും വന്ന് അവരുടെ ക്രോപ്പ് മൊത്തം നശിച്ചെന്നിരിക്കും. പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് കീടനാശിനി ശാസ്ത്രീയമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെ കാത്തിരിപ്പ് കാലവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം എന്നൊരു ഭയമേ നമുക്ക് ആവശ്യമില്ല. ആ ഹാർവസ്റ്റ് ടൈമിൽ കിട്ടുന്ന നമ്മുടെ പ്രൊഡ്യൂസ് ഫ്രീ ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആയിരിക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രോത്സാഹനം നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ കൊണ്ടുവരുന്ന കർഷകരും അവർ പറയാറുണ്ട് ഞങ്ങളിങ്ങനെ ഇന്ന സ്റ്റേജിൽ കീടനാശിനി പ്രയോഗിച്ചതാണ്, എന്നിട്ട് പോലും ചിലപ്പോൾ പ്രൊഡ്യൂസിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറച്ച് കൂടും, ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം അവരിൽ കൂടും. ഇപ്പം മേഡം ഈ അവശിഷ്ട വിഷാംശം എന്തായാലും ഒരു ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പ്രോബ്ലം തന്നെ ആണ്. ഇതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇതിന് നമുക്ക് 2 തലത്തിൽ നമുക്ക് കാണാം. ഒന്ന്, വിളവെടുപ്പിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം, വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ ചെയ്യാം. അപ്പോൾ വിളവെടുപ്പിന് മുമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം കർഷകർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വിളവെടുപ്പിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം. പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ സന്തോഷമാണ്. കാരണം ഉള്ളി മുന്തിരിയെ മാത്രം നമ്മൾ ഭയന്നാൽ മതി, ഗ്രേപ്സ്. അപ്പോൾ ഒരു വീട്ടമ്മ പോയി ഗ്രേപ്സ് വാങ്ങുന്നു, കുറേ പച്ചക്കറി വാങ്ങുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെ കീടനാശിനി മാറ്റിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ MSc PhD തീസിസിൻ്റെ ഭാഗമായിട്ടും ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പുളിവെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. 2% പുളിവെള്ളത്തിൽ നമ്മുടെ പച്ചക്കറികളൊന്ന് മുക്കി വെച്ചാൽ, 2% എന്ന് പറയുമ്പോൾ 20 ഗ്രാം വാളൻ പുളി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് നമ്മുടെ പച്ചക്കറികൾ 20 മുതൽ 30 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം ശുദ്ധജലത്തിൽ 2-3 തവണ കഴുകിയെടുക്കുക. അതുപോലെ വിനാഗിരി 2% വിനാഗിരി അതുപോലെ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അതും 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. നല്ലവണ്ണം വാഷ് ചെയ്ത് 2-3 തവണ വാഷ് ചെയ്യുക. അപ്പം നല്ലൊരു ശതമാനം കീടനാശിനികൾ മാറിക്കിട്ടുന്നതായിട്ട് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് അപ്പക്കാരം നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിൾ ആണല്ലോ, അപ്പക്കാരം അപ്പം പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതിനും ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗ്രേപ്സിൽ ഞങ്ങൾ നടത്തിയ ഒരു സ്റ്റഡിയിൽ നല്ലൊരു ശതമാനം കീടനാശിനി മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രധാനമായിട്ടും നമുക്ക് 2 തരം കീടനാശിനികളാണല്ലോ ഉള്ളത്, കോണ്ടാക്ട് ഇൻസെക്ടിസൈഡും അതായത് സ്പർശനശേഷിയുള്ളതും അന്തർവ്യാപന ശേഷിയുള്ളതും. അപ്പോൾ ഈ സ്പർശനശേഷിയുള്ള കീടനാശിനികളെല്ലാം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ പുറത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വാഷ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം മാറിക്കിട്ടും. എന്നാൽ അന്തർവ്യാപന ശേഷിയുള്ളത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ കണ്ടിരിക്കുന്നത് വേകുമ്പോൾ, അത് നമുക്കൊരു ഭാഗ്യമാണ്. നമ്മൾ പച്ചക്കറികൾ എന്തായാലും ഒരു വേവിച്ച് കഴിക്കുമല്ലോ, വേവിക്കുമ്പോൾ ഒരു കീടനാശിനികൾ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പുളിവെള്ളത്തിൽ ഒന്ന് കഴുകുക, അല്ലെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ കറിയുപ്പ്. പക്ഷേ കറിയുപ്പ് അത്രയും എഫക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ സ്റ്റഡിയിൽ റെഡ് ചില്ലിയിൽ നല്ല എഫക്റ്റീവായിട്ട് കണ്ടു കറിയുപ്പ്. ഇതേ
ഉപ്പുവെള്ളം അത് 2% തന്നെയാണ്. പക്ഷെ അതായിരിക്കും വീട്ടമ്മമാർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്, കാരണം കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ്. പുളിയൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പം വീട്ടമ്മമാർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു മിക്ക വീട്ടമ്മമാരും ഇത് ചെയ്യുന്നുണ്ട്. പലരും എന്നെ കാണുമ്പോഴും ഇത് പറയാറുണ്ട്. മുളക് പൊടി തന്നെ ആൾക്കാർ പേടിച്ച് വാങ്ങാതെ മുളക് വാങ്ങിച്ച് നമ്മൾ കഴുകി ഉണക്കി പൊടിക്കുക. അത് വളരെ നല്ലൊരു പ്രാക്ടീസ്. അതാ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അതായത് 2%, 20 ഗ്രാം കറിയുപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. നമ്മുടെ പച്ചക്കറികളും ഇതുപോലെ റെഡ് ചില്ലി വറ്റൽമുളകും ഒക്കെ ഒന്ന് മുക്കി വെക്കുക. പക്ഷെ വറ്റൽമുളക് മുക്കിയാൽ പെട്ടെന്ന് തന്നെ എടുക്കുക, കാരണം അത് കൂടുതൽ നേരം വെള്ളത്തിലിരുന്ന് പിന്നെ ഉണങ്ങി കിട്ടാൻ ഇച്ചിരി ടൈം എടുക്കും. പക്ഷേ പച്ചക്കറികൾ ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മുക്കി വെക്കാം. അതിനുശേഷം ശുദ്ധജലത്തിൽ കഴുകുക. അതാണ് നമ്മൾ ഒരു പ്രാക്ടീസ്. ഞങ്ങൾ അത് വീട്ടമ്മമാരുടെ ക്ലാസ്സുകളിലും പരിശീലനങ്ങൾക്കും ഒക്കെ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട് സാർ. അടുത്തതാണെങ്കിൽ സാറേ, വിളവെടുപ്പിന് മുമ്പ് കർഷകർ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനമാണ് സാർ. അതായത് നമുക്ക് ശുപാർശ ചെയ്തിട്ടുള്ള കീടനാശിനികൾ അതേ അളവിൽ, അത് വളരെ പ്രധാനം. പലപ്പോഴും ഇപ്പോൾ കൃഷി ഓഫീസറാകട്ടെ അല്ലാതെ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാകട്ടെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന, ശുപാർശ ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട് അല്ല പലപ്പോഴും കർഷകർ ഉപയോഗിക്കുന്നത്. അവർ കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. അവർ ചിന്തിക്കുന്നത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെന്നാൽ പിന്നെ കീടങ്ങൾ വരത്തേ ഇല്ല എന്നൊരു ചിന്തയാണ്. വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡഡ് ആയിട്ട് എത്രയാണോ നമ്മൾ എഴുതി കൊടുക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു പുത്തൻ തലമുറയാണ് നമ്മൾ ഫ്ലൂബെൻഡിയാമൈഡ് എന്ന്, അതിൻ്റെ ഒരു SC ഫോമുലേഷൻ 1 മില്ലി മതി 10 ലിറ്ററിൽ. അത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. പല പല പഠനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ശുപാർശയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ കർഷകർ പലപ്പോഴും അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ റെസിഡ്യൂ ഉണ്ടാകാൻ, അവശിഷ്ട വിഷാംശം കാണാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കർഷകരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ മാത്രമേ കീടനാശിനികൾ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനം കാത്തിരിപ്പ് കാലം. അതായത് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള സമയം കാത്തിരിപ്പ് കാലം, ഇത് കൃത്യമായി പാലിക്കണം. ഞങ്ങളിപ്പോൾ പുത്തൻ തലമുറയ്ക്ക് ഏകദേശം ഒരാഴ്ചയാണ് ഞങ്ങൾ പറയാറ്. പക്ഷെ പഴയ തലമുറയ്ക്കൊക്കെ ഒരു 7 മുതൽ 10 ദിവസം കഴിഞ്ഞേ ഹാർവെസ്റ്റ് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. പയർ, നമ്മൾ നീണ്ട പയർ, കൗപ്പി, അത് അവർ 2 ദിവസത്തേക്കൊരിക്കൽ ഹാർവെസ്റ്റ് ഉള്ള ക്രോപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള വിളകൾ വരുമ്പോൾ ഈ ഒരു കാത്തിരിപ്പ് കാലം പലരും പാലിക്കാറില്ല. അപ്പോൾ ആ ഒരു കീടനാശിനി കണ്ടെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കാത്തിരിപ്പ് കാലം വളരെ പ്രാധാന്യമാണ്. നമ്മൾ മരുന്നടിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷമേ അത് വിളവെടുക്കാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശത്തെക്കുറിച്ചുള്ള ഒരു പരിഭ്രാന്തിയുടെ ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുക. ഡോക്ടർ അമ്പിളി, താങ്കൾ വളരെ ലളിതമായിട്ട് തന്നെ ഈ കീടനാശിനി അവശിഷ്ട വിഷാംശങ്ങളെക്കുറിച്ച് നമ്മുടെ കർഷകർക്കും നമ്മുടെ ശ്രോതാക്കൾക്കും പറഞ്ഞു കൊടുത്ത്, നേരായിട്ടും അധികം പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കീടനാശിനികൾ ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. പരിപാടിയിലേക്ക് താങ്കൾ വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി. നന്ദി സാർ.